Hello, all my beautiful souls. Welcome back to my channel. I'm so happy and excited to be here with another tarot reading, and I hope all my friends are safe and doing awesome today. So, in the topic, no contact, their current feeling, their current situation. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തി, നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തി, അവരായിട്ട് ഇപ്പോൾ നിങ്ങൾ കോൺടാക്റ്റിലൊന്നും ഉണ്ടാവില്ല. സോ അവരുടെ കറന്റ് സിറ്റുവേഷൻ, കറന്റ് ഫീലിങ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ അവരിനി നിങ്ങളെ കോൺടാക്ട് ചെയ്യോ, കോൺടാക്ട് ചെയ്യെങ്കിൽ എപ്പോഴാണ് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക, അതാണ് ഈ മെസ്സേജ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, എപ്പോഴാണ് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ ഞാനിവിടെ 3 സ്റ്റോൺസ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. സ്റ്റോൺ നമ്പർ 1, ബ്ലൂ കളർ സ്റ്റോൺ. Stone number 2, green color, and stone number 3, light purple color. All right. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം, അവരായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല മൊമെന്റ്സ്. ഓൾ റൈറ്റ്. എന്നിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന സ്റ്റോൺ ആയിരിക്കാം, കളർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്പർ. യു ക്യാൻ ഓൾസോ കൗണ്ട് ലൈക്ക് 1, 2, 3 എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും. ഓൾ റൈറ്റ്. പിന്നെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ജനറിക് റീഡിംഗ് ആണ്, ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഓക്കെ. സോ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യാതിരിക്കാം. ഓൾ റൈറ്റ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനും ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കാനും ഒരു റീസൺ ഉണ്ടാവാം. സോ നിങ്ങളുടെ ലൈഫായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫായിട്ട് കണക്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ എടുക്കാതിരിക്കുക. ഓൾ റൈറ്റ്. ഇത് ജനറിക് റീഡിംഗ് ആണ്, എല്ലാവരുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവണമെന്നില്ല. മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ആൻഡ് ലിവ് ദ റെസ്റ്റ്. ഓൾ റൈറ്റ്. സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് സെലക്ട് 1 stone, then we will start. All right. Let's start with stone number 1. Stone number 1. No contact. Their current feeling, their current situation for you. Think about your person. No contact, their current feeling, their current situation. Think about your person. No contact, their current feeling, current situation for you. Stone number 1. No contact, their current feeling and current situation. That would help me the right message. Okay. So നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. സോ ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു കം ബാക്ക് ടു യുവർ ലൈഫ്. എന്തെങ്കിലും ഒരു ഈഗോ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ. ഈ ഒരു വഴക്കൊക്കെ ഉണ്ടായി, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സോ സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. സോ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം. അവർക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ആ ഒരു ഈഗോ ഉണ്ട് കേട്ടോ. നിങ്ങളെ പറ്റിയിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ. അവരായിട്ട് അവർക്ക് വരണമെന്നുണ്ട്, പക്ഷേ ആ ഒരു ഈഗോ അവരതിന് സമ്മതിക്കുന്നില്ല. ഓക്കെ. സോ അവർക്ക് നിങ്ങളെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട്. അവർ നിങ്ങളെങ്ങാനും വരുമോ എന്നുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ട്. അവർ അറിഞ്ഞോ അറിയാതെയൊക്കെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവർ. their current feeling, their current situation. Tarot, help me with the right message. Alright. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ. സോ മേ ബി ഡിഫറെൻറ്റ് റിലീജിയൻ ആയിരിക്കാം, ഡിഫറെൻറ്റ് കാസ്റ്റ് ആയിരിക്കാം, ഫിനാൻഷ്യലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലി ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആളാണ്, മറ്റൊരാൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആളായിരിക്കും. ഓക്കെ. സോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വന്ന് സംസാരിക്കണം. നിങ്ങളും അങ്ങനെ ആയിരിക്കാം. ഓക്കെ. നിങ്ങളും രണ്ടാൾക്കും ആ ഒരു ഈഗോ ഉണ്ടായിരിക്കാം, രണ്ടാൾക്കും ആര് സംസാരിക്കണം എന്നുണ്ടായിരിക്കാം, രണ്ടാൾക്കും ഫീലിങ്സ് ഉണ്ട്, രണ്ടാളും വെയിറ്റിംഗ് ആണ്. ഓൾ റൈറ്റ്. their current feeling and current situation. Stone number 1. their current feeling and current situation. their current
feeling and current situation. Their current feeling and current situation. So stone number 1. അവർക്ക് നിങ്ങളടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്നേഹം, ആ ഒരു അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത എന്തെങ്കിലും റീസൺ അവരുടെ ലൈഫിലുണ്ടാവും. ഓൾറെഡി അവർ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, വേറെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. ഓക്കെ, സോ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ സീക്രറ്റ് ആയിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ്, അതുപോലെ തന്നെ അവർ നിങ്ങളുടെ അടുത്ത് അവരുടെ ഫീലിങ്സ് ഒക്കെ സീക്രറ്റ് ആയിട്ട് വെക്കുന്നുണ്ടാവും. അവർക്ക് ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദെയർ ഫാമിലി. ഓൾറെഡി ഫാമിലിയുള്ള ആൾക്കാരായിരിക്കും, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ അവർ. എസ്പെഷ്യലി അവർ ഓൾറെഡി വേറെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ അവർക്ക് നിങ്ങളായിട്ട് ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അവരുടെ ലൈഫിൽ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർ സീക്രട്ട് ആയിട്ട് വരണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കുന്നുണ്ടാവും. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അവർക്ക് നിങ്ങളടുത്ത് ആ ഒരു ഡിസയർ, എസ്പെഷ്യലി ആ ഒരു ഫിസിക്കൽ ഡിസയർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലി അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇതായിരിക്കും ഡിഫറൻസ് എന്ന് പറയുന്നത്. അവർക്ക് വേറെ ഫാമിലിയുള്ള ആൾക്കാരായിരിക്കും അവർ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വേറെ റിലീജിയൻസിലുള്ള ആൾക്കാരാണ്. സോ ആ ഒരു ഫാമിലി ഇഷ്യൂ, സോ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാര്യം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അവരുടെ ലൈഫിൽ. ഓക്കെ, പക്ഷെ അവർ ഏതെങ്കിലും ഒരു രീതിയിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും, നിങ്ങളെ വിളിക്കാൻ ശ്രമിക്കും. ഓക്കെ, ഇനി എത്ര സമയം എടുത്താലും, കാരണം അവർ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു റിലേഷൻഷിപ്പ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അവർ മേ ബി നിങ്ങൾ ആദ്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ അവരുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വരട്ടെ എന്നുള്ളത്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നൊരു കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ വരും എന്നൊരു വിചാരം അവർക്ക് ഉണ്ടായിരിക്കാം. സോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടായിരിക്കാം. ഓൾറെഡി വേറെ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറൈറ്റ്. സോ ഇത് അത്ര ഈസി ആയിട്ട് അവർക്ക് തോന്നില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ സീക്രട്ട് ആയിട്ട് വരാം, അത്രയേ ഉള്ളൂ. ഓൾറൈറ്റ്, അവരെന്തായാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളെ വിളിക്കും. കാരണം അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫിസിക്കൽ, എസ്പെഷ്യലി ആ ഒരു ഫിസിക്കൽ ഡിസയർ ആണ് കേട്ടോ. ആ ഒരു ഫിസിക്കൽ ഡിസയർ, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ പ്രശ്നം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. കാരണം അവർക്ക് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഫിസിക്കലി ദേ ആർ വെരി മച്ച് അറ്റാച്ച് ടു യു. ഓൾറൈറ്റ്, സോ അവർക്കത് ആ ഒരു സിറ്റുവേഷൻ അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അവർക്ക് വീണ്ടും നിങ്ങളായിട്ട് ഒരു ന്യൂ ബിഗിനിങ്, ന്യൂ സ്റ്റാർട്ട് വേണം. കാരണം ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അവർ ഇനിയും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ന്യൂ ബിഗിനിങ് നിങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ന്യൂ സ്റ്റാർട്ട് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ദേ ആർ റെഡി ടു ഓഫർ. ഓക്കെ, ദേ ആർ റെഡി ടു ഓഫർ ലവ് ഫോർ യു. ഇനിയും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഏതെങ്കിലും രീതിയിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ആ ഒരു എസ്പെഷ്യലി ആ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പം അവരുടെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ ശരിക്കും ഹാപ്പി അല്ല, ഈ ഒരു സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഓക്കെ, അവർ വേറെ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും അവർ ഹാപ്പി അല്ല. സോ ദേ ആർ മിസ്സിങ് യു, അല്ലെങ്കിൽ അവർ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഹാപ്പി അല്ല. ആ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടാണ് അവർ ഈ ഒരു സിറ്റുവേഷനിൽ ഹാപ്പി അല്ല. സോ അവർക്ക് നിങ്ങളോട് ആ ഒരു സ്നേഹം നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് നിങ്ങളെ അടുത്ത് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്. ദേ ആർ റെഡി ടു ഗിവ് വാട്ട് യു വാണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാൻ അവർ റെഡിയാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് അവർക്കറിയില്ല. ആകെ ഉള്ള വഴി എന്ന് പറയുന്നത് സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുക, റിലേഷൻഷിപ്പ് സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുക. കാരണം അവർ ഈ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഫാമിലി എന്താണോ അവരുടെ ആ ഒരു സിറ്റുവേഷനായിട്ട് ദേ ആർ നോട്ട് റിയലി ഹാപ്പി. ഓൾറൈറ്റ്, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവരെ സ്റ്റോപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം. അവരുടെ ലൈഫിൽ ഇൻവോൾവ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും വ്യക്തി ആയിരിക്കാം, അവരുടെ ഫാമിലി ആയിരിക്കാം.
ഓൾറെഡി ഫാമിലിയുള്ള ആൾക്കാരായിരിക്കാം അവർ അല്ലെങ്കിൽ നിങ്ങൾ. ഓക്കെ, നോ കോണ്ടാക്ട് their current feeling. Very obsessed about the situation. Okay, അവർക്ക് ആ ഒരു ഫ്രീഡം വേണം. അവർക്ക് ഇനി നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യണം, ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യണം. മേ ബി അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ്. എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് അവർ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവർക്ക് ഇനിയും ആ ഒരു ലൈഫ്, ആ ഒരു സ്നേഹം നിങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, ആ ഒരു സ്നേഹം ഇനി അവർക്ക് വേണം, റിലേഷൻഷിപ്പ് ഇനി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, അവരുടെ ലൈഫ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും, അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം അവർക്ക് ആ ഒരു ഫീലിങ്സ്, ഓക്കെ, മേ ബി അവർ ആ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും ഒരാളെ അവർക്ക് അൺഹാപ്പി ആക്കേണ്ടി വരും. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ ഒന്നുകിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അവരുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ 2 കാര്യങ്ങൾ അവർക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാവില്ല. അവരുടെ ലൈഫായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഈ റിലേഷൻഷിപ്പും അതും കൂടി ആയിട്ട് അവർക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഓൾറൈറ്റ്, കറൻ്റ്ലി അവർ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. എസ്പെഷ്യലി എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ റിലേഷൻഷിപ്പിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവാം, ആരെങ്കിലും അവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അവർ ഈ ഒരു നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവരെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ സ്റ്റോപ്പ് ചെയ്യുന്ന, അവരെ ഒബ്സർവ് ചെയ്യുന്ന ആരെങ്കിലും അവരുടെ ലൈഫിലുണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ഈഗോ ആയിരിക്കും അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അവർ അറിഞ്ഞോ അറിയാതെയോ അവർ നിങ്ങളെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ, ഈ റിലേഷൻഷിപ്പിൽ ഇനിയും അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ്. സോ ദേ വോണ്ട് എ ന്യൂ ബിഗിനിങ് വിത്ത് യു. അവർ ഒബ്സസ്ഡ് ആണ്. അവർ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളടുത്തുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അവർക്ക് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. ഓൾറൈറ്റ്, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ ഇനിയും സംസാരിക്കും. അവർക്ക് എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും, അവർക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും സീക്രറ്റ്ലി അവർ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും, കോണ്ടാക്ട് ചെയ്യും. ഓൾറൈറ്റ്, അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യോ? എപ്പോഴാണ് നിങ്ങളെ ഇനി കോണ്ടാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് മെസ്സേജ് ആണ്. ഓക്കെ, സോ അവരിനി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യോ? ആൻഡ് വെൻ? എപ്പോഴാണ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം? സൂൺ. പെട്ടെന്ന് തന്നെ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, കാരണം അവർക്ക് ആ ഒരു ഫീലിങ്സ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം, അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ അവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരും. ഓൾറൈറ്റ്, എപ്പോഴാണ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക? ഫ്യൂ മോർ മെസ്സേജ്. ഒരു മെസ്സേജ് കൂടെ എടുക്കാം. വെൻ ദേ ഗോണ മീറ്റ് യു. യെസ്. സോ നിങ്ങൾ എന്തെങ്കിലും ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ആൻസറാണ് യെസ്. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അവരെ റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ ആ റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ ചിന്തിക്കുകയാണ്. മേ ബി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. സോ അതാണ് സ്റ്റോൺ നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിങ്. സോ ദിസ് പേഴ്സൺ ഈസ് മിസ്സിങ് യു. മേ ബി അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത്, നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുപോലെ തന്നെ അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യും. ഈ ഒരു ഏതൊക്കെ സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ദിസ് പേഴ്സൺ ഡെഫിനറ്റ്ലി വിൽ കം ആൻഡ് മീറ്റ് യു. ഓൾറൈറ്റ്, സോ അതാണ് സ്റ്റോൺ നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ്. Alright, so let's move to stone number 2. Hello, stone number 2. No contact, their feelings, their situation. Think about your person. No contact, their situation and current feeling for you. Stone number 2 select ചെയ്ത ആൾക്കാർ. No contact, their
current situation and feelings for you. Stone number 2, select ആൾക്കാർ. No contact. Think about your person. Their current feeling and situation. No contact. Their current feeling and situation. Okay. Their current feeling and situation. So, stone number 2 സെലക്ട് ചെയ്ത ആൾക്കാർ. നോ കോണ്ടാക്ട്. എന്തെങ്കിലും ദേഷ്യം, ആർഗ്യുമെന്റ്സ്, വഴക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ തമ്മിൽ. പെട്ടെന്ന് ഭയങ്കര ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ആളായിരിക്കാം. രണ്ടുപേരും അങ്ങനെ ആയിരിക്കാം. ഓക്കെ, പെട്ടെന്ന് ദേഷ്യത്തിന്റെ മേലെ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ദേഷ്യത്തിന്റെ മേലെ നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ടുള്ളതായിരിക്കാം ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്. കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്, സഡൻ ആയിട്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്. പക്ഷേ അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഇപ്പോൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് നോക്കുന്നുണ്ടാവും. സോഷ്യൽ മീഡിയാസിലായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ അറിയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ അവർ മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് മൂവ് ഓൺ ചെയ്യണം ഇമോഷണലി. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാൽ അവർ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല എന്നുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കാം. എന്തെങ്കിലും സീക്രട്ട് ഹൈഡ് നിങ്ങളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ളതായിരിക്കാം. എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവർ ഓവറായിട്ട്, അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ഓക്കെ, നന്നായിട്ട് സ്നേഹിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത്. ഭയങ്കരമായിട്ട് എന്തെങ്കിലും നിങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അവരുടെ അടുത്ത് ചെയ്തിട്ടുണ്ടാവാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും സീക്രട്ട് ഹൈഡ്, അല്ലെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും ചെയ്തതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ സിറ്റുവേഷൻ നിങ്ങൾക്കാണ് അറിയാം. സോ ആരെങ്കിലും നിങ്ങളോ അവരോ എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്തോ എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അത് അവർ ഒരുപാട് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കാം. സോ അവർക്ക് ആ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ആ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അവർക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് സഡൻ ആയിട്ട് അവർക്ക് ആ ഒരു ദേഷ്യം വന്നുകൊണ്ടാണ്, അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഇപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നത്. പക്ഷെ അവർക്ക് ആ ഒരു സ്നേഹം നിങ്ങളടുത്തുണ്ട്, പക്ഷെ അവർ നിങ്ങളടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവർ നിങ്ങളെ പറ്റിയിട്ട് ഓർക്കുന്നുണ്ട്, എന്താ കാര്യങ്ങളെന്നൊക്കെ നോക്കുന്നുണ്ട്. മേ ബി സോഷ്യൽ മീഡിയാസിലും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആയിരിക്കാം, സ്റ്റേറ്റസ് ആയിരിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ എന്തെങ്കിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ കൺഫ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ തമ്മിൽ പെട്ടെന്ന് എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടാവാം. സോ അവർ ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ ഹോൾഡ് ചെയ്യാണ്, അവർ എക്സ്പ്രസ് ചെയ്യാൻ റെഡിയല്ല. കാരണം അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ജസ്റ്റിസ്, ദേ നീഡ് സം ജസ്റ്റിസ് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാതായിരിക്കാം. ഓക്കെ, എന്താ സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്കാണ് അറിയാം. No contact, their current feeling and situation. Help me the right message. സോ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നത്തിൽ അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ അവർക്ക് എന്തെങ്കിലും അവരുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർക്ക് തോന്നിയിട്ടുള്ള കാര്യത്തിന് ആ ഒരു ക്ലാരിറ്റി ഇല്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ആ ഒരു ക്ലാരിറ്റി വേണം. നിങ്ങളോ അവരോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. അവരെ ആയിരിക്കാം, നിങ്ങളോടായിരിക്കാം. ഓക്കെ, എന്താ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുള്ളൂ. സോ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. ഒരുപാട് ടയേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണിത്. നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളായിട്ടുണ്ടായിട്ടുള്ള കോൺവെർസേഷൻ. ഓക്കെ, ഒരുപാട് ശ്രമിച്ച് അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായിരിക്കാം. സോ ഇപ്പം ആ ഒരു സിറ്റുവേഷനിൽ മേ ബി അവർ ഇമോഷണലി അവർക്ക് ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ദേ ആർ ഹോൾഡിങ് ബാക്ക്. അവരുടെ ഫീലിങ്സ് അവർ ഹോൾഡ് ചെയ്യാണ്. കാരണം എന്താണെന്നുള്ള സിറ്റുവേഷൻ മേ ബി അവർക്ക് എന്തെങ്കിലും കാര്യം ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം, സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടാവാം. മേ ബി നിങ്ങളായിരിക്കാം. സോ അങ്ങനത്തെ കാര്യത്തിൽ എന്തോ ഒരു സംശയം, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റ്യൂഷൻ അവർക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും അവരുടെ അടുത്ത് മറച്ചു വെക്കുന്നതായിട്ടോ, അതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണം നിങ്ങളുടെ അടുത്തുനിന്ന്.
അവർ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ. എന്താണ് വിശ്വസിക്കേണ്ടത്, എന്താണ് സത്യം, അല്ലെങ്കിൽ എന്താണ് ശരിയല്ലാത്തത് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവർ ഇമോഷണലി അവർ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നത്, ഇമോഷണലി നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓൾറൈറ്റ്, കാർഡ് നമ്പർ 2. അവരുടെ ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയമാണ്, മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയമാണ്, ഒരുപാട് കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുന്ന സമയമാണ്. ഓക്കെ, സോ നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, നിങ്ങളോടുള്ള ആ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവർക്ക് പേടിയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ഇനിയും ഈ റിലേഷൻഷിപ്പിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആർഗ്യുമെന്റ്സ്, നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം. കാരണം അവർക്ക് ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമുണ്ട്. പക്ഷെ നിങ്ങളോടുള്ള ഒരു സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, നിങ്ങളെ പറ്റിയിട്ട് അവർ നോക്കാറുണ്ട്, നിങ്ങളെ പറ്റിയിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങളെ പറ്റി ഓർക്കാറുണ്ട്, നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ചില സമയത്ത് ചെക്ക് ചെയ്യാറുണ്ടാവാം. പക്ഷെ അവർ ആ ഒരു ഫീലിങ്സ് ഒക്കെ അവർ ഹോൾഡ് ചെയ്യാണ്. ഓക്കെ, ദേ ആർ നോട്ട് എക്സ്പ്രസിങ് ഇറ്റ്. ആരോ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം. പറയുന്ന കാര്യങ്ങൾ ഹോണസ്റ്റ് ആയിരിക്കില്ല. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അവർ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങൾ ചിലപ്പം സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പറയുന്നുണ്ടാവുക. മേ ബി അവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം, പാസ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ റിലേഷൻഷിപ്പ്, ഇപ്പം നിങ്ങൾ പറയുന്ന കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കാം. സോ ദേ ആർ കൺഫ്യൂസ്ഡ്. അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർ ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അവർ ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് കുറയ്ക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർക്കും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അവർക്ക് ഒരുപാട് ഇമോഷണൽ ആയിട്ട് നിങ്ങളായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷെ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതെന്താന്നുള്ളത് അവർക്ക് എന്തെങ്കിലും ഒരു ക്ലൂ അല്ലെങ്കിൽ എന്താന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. സോ അതുകൊണ്ടാണ് അവർ ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവരിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ലൈഫിൽ വേറെ കാര്യത്തിലൊക്കെ ഫോക്കസ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ് അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം, പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആണ്. അവരൊരു സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യാണ്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളോടുള്ള ആഗ്രഹമുണ്ട്, നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും കാര്യം അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് കൺഫ്യൂസ്ഡ് ആണ്. പെട്ടെന്ന് അവർക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ തോന്നും, പക്ഷെ എന്തെങ്കിലും കാര്യം അവരെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളെ അവർ ഫിസിക്കലി മിസ് ചെയ്യുന്ന സമയമാണ്. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പേടിയുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു പേടി ഉണ്ടാവും. സോ അവരുടെ മനസ്സ് പറയുന്നത് ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാനാണ്. ഓക്കെ, what they are thinking about right this moment, their current feeling, their current situation. അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് സ്പെഷ്യലാണ്. സോ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുമിച്ച് പോകാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം. സോ അതുകൊണ്ടായിരിക്കും അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. മേ ബി അവർക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാവും, നിങ്ങൾ വേറെ ആരുടെയെങ്കിലും സംസാരിക്കുന്നുണ്ടോ, വേറെ ആരുടെയെങ്കിലും കൂടെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണോ, അങ്ങനത്തെ കുറച്ച് സംശയം അവരുടെ അടുത്തുണ്ടായിരിക്കാം. ഓക്കെ, സോ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അവരത് വളരെ കണക്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ആ ഒരു സോൾമേറ്റ്, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു കണക്ഷൻ, ആ ഒരു സോൾ കണക്ഷൻ, എസ്പെഷ്യലി ആ ഒരു സോൾ കണക്ഷൻ, ഡിവൈൻ കണക്ഷൻ എന്താന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആള്. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് ഇനി തിരിച്ചു വരുന്ന സമയത്ത് അവരെന്തെങ്കിലും കാര്യം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് അവർക്കറിയാം.
നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ വീണ്ടും ഈ റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള നിങ്ങളെങ്കാട്ടി കൂടുതൽ അവർക്കായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്ത് മനസ്സിലായിട്ടുണ്ടാവുക. അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ സ്റ്റോപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അവർ ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷെ അവർക്ക് ഈ ഒരു കണക്ഷന്റെ ഡെപ്ത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഡെപ്ത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. നിങ്ങളെങ്കാട്ടി കൂടുതൽ ഈ റിലേഷൻഷിപ്പ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ആളായിരിക്കാം അത്. സോ അവർക്ക് ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നലുണ്ടായിട്ടുണ്ടാവും. സോ അവരായിട്ട് ആ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്നതാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെന്റ്സ് എസ്പെഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വഴക്കായിട്ടുണ്ടായിരിക്കാം. സോ അതിന്ന് ആ ഒരു സിറ്റുവേഷൻ അവർ എടുത്തൊരു ഡിസിഷൻ ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാം. അതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ. ഈ ഒരു റിലേഷൻഷിപ്പിൽ അതാണ് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ചൂസ് ചെയ്യില്ല, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവരെ ചൂസ് ചെയ്യില്ല, അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഫിയർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി വേറെ റിലേഷൻഷിപ്പിലെ ആൾക്കാരായിരിക്കാം. സോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്. സോ കറന്റ്ലി അവർ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്നതാണ് കാണുന്നത്. അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും കാര്യത്തിലായിരിക്കാം. സോ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നില്ല. അവർക്ക് നിങ്ങളോടുള്ള ഒരു പാഷൻ, ഒബ്സഷൻ എല്ലാം ഉണ്ട്. പക്ഷെ അവർ എക്സ്പ്രസ് ചെയ്യില്ല. അതായിരിക്കും നല്ലതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. ഇപ്പം അവർ വേറെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ്. അവർ കുറെ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അവരുടെ ശ്രദ്ധ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്റൻഷനലി അവർ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്, ആ ഒരു കണക്ഷൻ ഡെപ്ത്, എസ്പെഷ്യലി ആ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ കണക്ഷൻ ആയിട്ട് അവർക്ക് അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. ആ ഒരു കണക്ഷന്റെ ഡെപ്ത് ഒക്കെ അവർ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. മേ ബി നിങ്ങളെങ്കാട്ടി കൂടുതൽ അവർക്ക് ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. പക്ഷേ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നാൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളൊരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എന്താ സത്യങ്ങൾ എന്താ, അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, ട്രസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കാം. അവർ നിങ്ങൾ വേറെ ആരെങ്കിലും ഒക്കെ എടുത്ത് സംസാരിക്കുന്നുണ്ടോ, വേറെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടോ, അങ്ങനത്തെ ഒരു ഡൗട്ടൊക്കെ അവർക്ക് ഉണ്ടായിരിക്കാം. മേ ബി അങ്ങനെ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. അത് അവർക്ക് ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ഇതിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിൽ നിന്നാൽ ഒരുപാട് അവർ ഹേർട്ട് ആവുന്ന ഒരു തോന്നൽ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എല്ലാം ഉണ്ട്, നിങ്ങൾ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ വേറെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പം. ഓൾറൈറ്റ്. ഇനി അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യോ, അവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കാം. സ്റ്റോൺ നമ്പർ 2. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യോ, അവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ. ലെറ്റ്സ് സീ. ഡോണ്ട് വെയിറ്റ്. സോ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന വിചാരിച്ചിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട. അവരായിട്ട് അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യില്ല. Let's take one more card. Will they contact you? Move on. സോ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യില്ല, അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യില്ല. സോ അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. സോ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം അവരായിട്ട് തന്നെ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാൽ അവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ വരില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം.
അവരുടെ പാസ്റ്റ് ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, അവരുടെ വേറെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും അവരുടെ അടുത്ത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അവരുടെ ലൈഫിൽ ഉള്ളതുകൊണ്ടായിരിക്കാം അവർക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. വീണ്ടും നിങ്ങളുടെ അടുത്ത് നിന്ന് അതേ എക്സ്പീരിയൻസ് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സമയത്ത് മേ ബി അവർക്ക് ട്രസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, പക്ഷെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ഡിവൈൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. നിങ്ങളിപ്പം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. ഓക്കെ, സോ അവർക്ക് ഈ ഒരു കണക്ഷൻ എന്താണെന്ന് അറിയാം. അവർ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളായിരിക്കും. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്പിരിച്വൽ ജേണിയിൽ മീറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കാം നിങ്ങൾ. സോ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ ഇതിൽ ഒരു ഫ്യൂച്ചർ അവർ കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ അവരായിട്ട് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സാധ്യത കുറവാണ്. അവർക്ക് നിങ്ങളുടെ ഫീലിങ്സ്, ഒബ്സഷൻ എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നും അവർ എക്സ്പ്രസ് ചെയ്യില്ല. എല്ലാം അവർ ഹോൾഡ് ചെയ്യാണ്. അവർ ഈ ഒരു സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യാണ്. അവരുടെ ഫോക്കസ് വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും. അവർ വേറെ ലൈഫിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. വേറെ കാര്യത്തിലൊക്കെ ഫോക്കസ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ്. ഓൾറൈറ്റ്, അതാണ് സ്റ്റോൺ നമ്പർ 2 നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓൾറൈറ്റ്, ലെറ്റ്സ് മൂവ് ടു നമ്പർ 3. ഹലോ, സ്റ്റോൺ നമ്പർ 3. Think about your person, no contact, their current feeling and current situation. ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, റീസെൻ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും റിലേഷൻഷിപ്പിൽ. ഓൾറൈറ്റ്, think about your person, their current feeling and current situation, no contact. That will help me with the right message for group number 3. Stone number 3 select ചെയ്ത ആൾക്കാർ, your person's current feeling and current situation, no contact, their current feeling and current situation, no contact, no contact, their current feeling and current situation. സോ സ്റ്റോൺ നമ്പർ 3, നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നുമില്ല, ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാത്തൊരു സമയമാണ്. ഓക്കെ, അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള സമയമായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഇമോഷണലി അവർക്കുള്ള ഫീലിങ്സ് ഒന്നും നിങ്ങളടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അവരുടെ എനർജി അല്ലെങ്കിൽ അവരായിട്ട് തന്നെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, സോ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അവരായിട്ട് ഒരു മൂവ്മെന്റ് എടുക്കില്ല. അവർ സൈലന്റ് ആണ്, മിണ്ടുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ അവരെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അവരായിട്ട് മിണ്ടില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് എങ്ങനെ മിണ്ടിക്കാം എന്നവർ ആലോചിക്കുന്നുണ്ടാവാം. ഓക്കെ, സോ കോൺവെർസേഷൻ വരും. അവരെന്തായാലും സംസാരിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിലുള്ള കോൺവെർസേഷൻ വരുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഇപ്പം ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാണ് ഈ ഒരു കാര്യത്തിന്. ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടിരിക്കുകയാണ്. ഓൾറൈറ്റ്, മേ ബി നിങ്ങൾ അവരെ അടുത്ത് ചെന്ന് മിണ്ടാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കും. നിങ്ങൾ അവരുടെ അടുത്ത് മിണ്ടണം. അതുപോലെ അവർ ഫിനാൻഷ്യലി ഒക്കെ അവർ ഫോക്കസ്ഡ് ആവുന്ന സമയമാണ്. അവരെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഓക്കെ, അവർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ അവരുടെ ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ ഫിനാൻഷ്യൽ ലൈഫ് എങ്ങനെ ഗ്രോ ചെയ്യണം, അല്ലെങ്കിൽ അതിലൊക്കെ
ആ ഒരു കാര്യത്തിൽ, ജോലി അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ച് ഫോക്കസ്ഡ് ആവുന്ന സമയമാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്. മേ ബി അവർക്ക് സംസാരിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾ പോയി സംസാരിച്ചാൽ സംസാരിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ എന്താന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും, പക്ഷേ അവരായിട്ട് യാതൊരു മൂമെന്റും ഉണ്ടാവില്ല. മേ ബി അവർക്ക് നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കണം ആദ്യം. ഓൾറൈറ്റ്, ഇപ്പം അവരുടെ കാര്യത്തിലൊക്കെ ഫോക്കസ്ഡ് ആവുന്ന ഒരു സമയമാണ്. സോ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്. മേ ബി നിങ്ങൾ ഒരുമിച്ചിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സോൾ കണക്ഷനൊക്കെ തോന്നിയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, ഒരുമിച്ചിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ, സെയിം കോളേജ്, സെയിം സ്കൂൾസ്, ഒരേ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരേ ബിൽഡിംഗ്, ഒരേ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആളാണിത്. Okay, no contact, their current feeling and situation. No contact, their current feeling and situation. അവരിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുന്ന സമയമായിരിക്കും കേട്ടോ. അവരുടെ ജോലി അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് പാഷൻ തോന്നുന്ന ഒരു കാര്യം, അവർക്ക് നിങ്ങളടുത്ത് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്, നിങ്ങളോട് ആ ഒരു സ്നേഹമുണ്ട്, പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളടുത്തേക്ക് വരണമെന്നുണ്ട്, പക്ഷേ അവരുടെ ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. സോ ആ ഒരു ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനോട് അവർക്കുള്ള ഫീലിങ്സ് ഒക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അവർ സൈലൻ്റ് ആണ്. അല്ലെങ്കിൽ അവർ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമയമാണ്. മേ ബി കോൺവെർസേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി സംസാരിക്കാം, അതായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ്. അവർ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഓൾറൈറ്റ്, സോ അവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. ദേ ആർ വെരി സ്ട്രോങ് പീപ്പിൾ. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ലൈഫിൽ എങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവരായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, മേ ബി നിങ്ങളെ പറ്റിയിട്ട് സൈലൻ്റ് ആയിട്ട് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവാം, സോഷ്യൽ മീഡിയാസിലായിരിക്കാം. പക്ഷെ നിങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ട്, കാരണം നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുണ്ടാവാം, പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, രണ്ടാളും രണ്ട് സ്ഥലത്തായിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഒരുപാട് ഡിസ്റ്റൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. ഈവൻ അവരായിട്ട് ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഇനീഷ്യേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺവെർസേഷൻ വരുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് മേ ബി അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ എന്തെങ്കിലും ആ ഒരു ഡിവൈൻ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് പോലെ, അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്തെങ്കിലും ഒരു മിറാക്കിൾ പോലെ ഈ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾ, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കേണ്ട സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓൾറൈറ്റ്, ഇപ്പം ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള വേറെ എന്തോ കാര്യമുണ്ട്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ അവർ കുറേ ഫോക്കസ്ഡ് ആവുന്ന സമയമാണ്. അവരുടെ ബിസിനസ് ആയിരിക്കാം, അവർക്ക് ഒരുപാട് പാഷൻ തോന്നിയിട്ടുള്ള കാര്യത്തിൽ അവർ ഫോക്കസ്ഡ് ആണ്. ഇമോഷണലി അവർ അൺഅവൈലബിൾ ആണ് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ. ഓൾറൈറ്റ്, നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കണക്ഷനൊക്കെ തോന്നിയിട്ടുള്ള ആളായിരിക്കാം. No contact, their current feeling and situation. അവർക്ക് നിങ്ങളടുത്തുള്ള ഒരു ദേ ആർ വെരി കോൺഫിഡൻറ്റ്. ഓക്കെ, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളാണ്, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്, ലൈഫിനെ പറ്റിയിട്ട് ഒരുപാട് ആഗ്രഹമുള്ള ആളാണ്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനോടും നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്. ദാറ്റ് ഫയർ, ലവ്, സ്നേഹമായിരിക്കാം, ഫിസിക്കലായിട്ടുള്ള ഡിസയർ ആയിരിക്കാം, ഫിസിക്കൽ അട്രാക്ഷൻ, അല്ലെങ്കിൽ അവരത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ദേ ആർ വെരി കോൺഫിഡൻറ്റ്. അവർക്കറിയാം അവരുടെ ലൈഫിൽ അവരൊരു കാര്യം ആഗ്രഹിച്ചാൽ എങ്ങനെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് അറിയുന്ന ആൾക്കാരാണ്. സോ അവരായിട്ട് ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരായിട്ടൊന്നും ചെയ്യില്ല, പക്ഷേ ദേ നോ ഹൗ ടു ഗെറ്റ് ഇറ്റ്. ഓക്കെ, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ തമ്മിൽ വീണ്ടും ആ ഒരു കോൺവെർസേഷൻ ഉണ്ടാകും. കാരണം നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കണക്ഷൻ ഉണ്ട്, ഫീലിംഗ്, സ്നേഹമുണ്ട്.
ആ ഒരു അട്രാക്ഷൻ, ആ ഒരു ഫിസിക്കൽ ഡിസയർ ഉണ്ട്. ഇപ്പം ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കാം. ഓക്കെ, അവർ ഈ ഒരു സമയം അവർ കമ്മിറ്റ്മെന്റിന് റെഡിയല്ല, റിലേഷൻഷിപ്പിന് അവർ കമ്മിറ്റ് ചെയ്യാൻ അവർ റെഡിയല്ല. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു കമ്മിറ്റ്മെന്റിനോട് അവർക്ക് ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ അവരത്ര അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം, അവർ എന്തെങ്കിലും ഒരു കമ്മിറ്റ് ചെയ്യാനുള്ള ഇഷ്യൂ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. സോ ദേ ആർ നോട്ട് ബിലീവ് എനി കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന, മേ ബി അവർ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു, മേ ബി അവർക്ക് എന്തെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. സോ അവർക്ക് ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിൽ അവർക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അവർ കൂടുതൽ ഇപ്പം ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടായാലും കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ അവരൊരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യുള്ളൂ. മേ ബി അത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. ഓൾറൈറ്റ്, സ്റ്റോൺ നമ്പർ 3, യുവർ പേഴ്സൺസ് കറന്റ് ഫീലിംഗ് ആൻഡ് സിറ്റുവേഷൻ. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. സോ വേറെ വേറെ സ്ഥലമായിരിക്കാം, വേറെ വേറെ രാജ്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലം. ഇപ്പം ട്രാവലിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവലിംഗ് വേണം. അവരുടെ ലൈഫിൽ നിങ്ങൾ വരുന്നതിന് മുന്നേ അവർക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പോ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, എന്തെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, കാരണം അവർക്ക് നിങ്ങളോടുള്ള ഒരു സോൾ കണക്ഷൻ ഉണ്ട്, ആ ഒരു സ്നേഹം ഉണ്ട്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടാളും ഒരുപാട് എൻജോയ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത്. കാരണം രണ്ടാൾക്കും ഒരേ ചിന്താഗതി ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടാളും ഒരുപോലെ ലൈഫ് കാണുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും, അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓക്കെ, അവരുടെ അടുത്തേക്ക് നിങ്ങൾ വരും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ മീറ്റ് ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അവരുടെ ലൈഫിൽ നിങ്ങൾ വരുന്നതിന് മുന്നേ വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തെങ്കിലും എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളുടെ ആ ഒരു സ്നേഹം അവർക്കുണ്ട്, പക്ഷേ അവർ എന്താ പറയുക, അവർ കോൺഫിഡൻ്റ് ആണ്, ദർ വെരി കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അവരുടെ അടുത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഒരുമിച്ചാവുന്ന സമയത്ത് അവർ വളരെ കംഫർട്ടബിൾ ആണ് നിങ്ങളുടെ അടുത്ത്. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ വെരി ഇൻഡിപെൻഡൻറ്റ്, ദേ ആർ വെരി കോൺഫിഡൻറ്റ്. അവരുടെ ലൈഫിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും അവരത് നേടിയെടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. സോ എന്ത് സംഭവിച്ചാലും, ലൈഫിൽ എന്ത് സംഭവിച്ചാലും, ഈവൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്ത് സംഭവിച്ചാൽ പോലും അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ. പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് അവർ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ആ റിലേഷൻഷിപ്പിൽ, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളായിരിക്കും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളോട് ആ ഒരു സോൾ കണക്ഷൻ അവർക്കുണ്ട്. ഓക്കെ, പക്ഷെ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും കാര്യം അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ അവരുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദേ ആർ വെയിറ്റിംഗ് അറ്റ് ദെയർ ഹോം. അവർ നിൽക്കുന്ന സ്ഥലത്ത്, അത് അവരുടെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. നമ്പർ 3. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ആ ഒരു റീയൂണിയൻ ഉണ്ടാവും. ഓക്കെ, സോ ന്യൂ ബിഗിനിങ്, ന്യൂ സ്റ്റാർട്ട്, റിലേഷൻഷിപ്പിൽ ന്യൂ സ്റ്റാർട്ട്. നിങ്ങൾ രണ്ടാളും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ മേ ബി അവർ വരട്ടെ, ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, അവരായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ അവരായിട്ട് വരില്ല. നിങ്ങൾ എത്രമാത്രം സ്റ്റബേൺ ആണോ അതിനെക്കാട്ടി കൂടുതൽ സ്റ്റബേൺ ആയിരിക്കും അവർ. ഓക്കെ, സോ അവരെ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങളായിട്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിരിക്കാം. നിങ്ങളായിട്ടായിരിക്കാം ആ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവുക, നിങ്ങളായിട്ടായിരിക്കും ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ തമ്മിൽ ആ ഒരു റീയൂണിയൻ, ഓക്കെ, നിങ്ങൾ തമ്മിൽ ആ ഒരു റീയൂണിയൻ ഉണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇനിയും സംസാരിക്കും. അവർക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാനോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഡിവൈൻ ബ്ലെസ്സിങ് പോലെ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ വീണ്ടും സംസാരിക്കും. ഓക്കെ, ഇപ്പം ഇമോഷണലി അവർ അൺഅവൈലബിൾ ആയിട്ടിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നന്നായിട്ട് നിങ്ങളുടെ അടുത്ത് സ്നേഹമൊക്കെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആളാണ്, ഒരുപാട് സ്നേഹമുള്ള ആളാണ്, അല്ലേ? പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആയിരിക്കാം അവർ ഇങ്ങനൊരു ഡിസിഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ സൈലൻ്റ് ആയിട്ടിരിക്കാൻ കാരണം.
ഓക്കെ, ഒരുപാട് സ്നേഹമുള്ള ആളാണ്, പക്ഷെ ഇപ്പം അവർ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യില്ല. അവർ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കാം. സോ ആ ഒരു കമ്മിറ്റ്മെന്റ് മേ ബി നിങ്ങൾ എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ട് നിങ്ങൾ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ അവർ കമ്മിറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യാനുള്ള അവർ കുറച്ച് സമയമെടുക്കും. കാരണം അവരുടെ പാസ്റ്റിൽ അവർക്ക് വേറെ ആരുടെ നിന്നെങ്കിലും അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കാം. നിങ്ങളടുത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓൾറൈറ്റ്, പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉള്ള ആൾക്കാരാണ്. രണ്ടാളും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇയാളിപ്പം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുന്ന സമയമാണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് ആയിരിക്കാം, ബിസിനസ് ഗ്രോ ചെയ്യാണ് അവർ, അല്ലെങ്കിൽ അവരിപ്പോൾ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ്. ഫിനാൻഷ്യൽ ആയിട്ട് ഇൻഡിപെൻഡന്റ്, ഫെയിം. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കാം. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യോ? ലെറ്റ്സ് സീ. അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വല്ല പ്ലാൻ ഉണ്ടോ നോക്കാം. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വല്ല പ്ലാൻ ഉണ്ടോ? തിങ്കിങ്. അവർ മേ ബി ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന്. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പം എന്തെങ്കിലും കാര്യം അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അവരുടെ ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. വെയിറ്റ്. കുറച്ചുകൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടാൾക്കും സംസാരിക്കാൻ പ്ലാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും, രണ്ടാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ്, അല്ലെങ്കിൽ ആ ഒരു ചാൻസ് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാതെ അങ്ങനെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. റീയൂണിയൻ. ഓക്കെ, സ്റ്റോൺ നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും, ഈവൻ നിങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ആണ് കാണിക്കുന്നത്. കോൺവെർസേഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ ഒരുമിച്ചാവുന്ന സമയത്ത് യു ആർ ദ പെർഫെക്റ്റ് പാർട്ട്ണർ. ഓക്കെ, ഓൾറൈറ്റ്. സോ അതാണ് സ്റ്റോൺ നമ്പർ 3. നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാതെ, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓൾറൈറ്റ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.